പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷ് ചെയ്തുവല്ലോ. അതോടൊപ്പം തന്നെ റിസൾട്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗ്രേഡ് പോയിൻ്റ്, ക്രെഡിറ്റ് പോയിൻ്റ്, SGPA, CGPA എന്നിങ്ങനെ സംശയങ്ങൾ നിലനിൽക്കാം. എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻ വരുന്നത്? പ്ലസ് ടുവിലെ പോലെ തന്നെയാണോ എന്നതും ഒരു സംശയമായി നിലനിൽക്കാം. ഇവയ്ക്കുള്ള മറുപടിയായാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇങ്ങനെയാണല്ലോ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. അതിൽ കോഴ്സ് കോഡ്, കോഴ്സ് നെയിം, ഗ്രേഡ് ഒബ്റ്റെയിൻഡ്, ഗ്രേഡ് പോയിൻ്റ്, ക്രെഡിറ്റ് പോയിൻ്റ്, സ്റ്റാറ്റസ്. ഇതിൽ ഗ്രേഡിൽ തന്നെയാണ് ഓരോ പേഴ്സൻറ്റേജ് അനുസരിച്ചിരിക്കും. ഏറ്റവും മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് എന്ന ഓയും മിനിമം പിയും ആണ് വേണ്ടത്. നമ്മുടെ പ്ലസ് ടുവിലേക്ക് വരികയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡേർഡ് A+ഉം മിനിമം D+ ആണല്ലോ. അതുപോലെ ഇതിൻ്റെ പേഴ്സൻറ്റേജ് ഒന്ന് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് 95 എബോ ആണ്. 85 to 95 ആണെങ്കിൽ A+, 75 to 85 ആണെങ്കിൽ A, 65 to 75 ആണെങ്കിൽ B+, 55 to 65 ആണെങ്കിൽ B, 45 to 55 ആണെങ്കിൽ C, 35 to 55 ആണെങ്കിൽ P ആൻഡ് 35 ബിലോ ആണെങ്കിൽ F. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ I എന്ന് വരും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയ ഗ്രേഡ് പോയിൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ 10ഉം A+ 9, A 8 അങ്ങനെ കുറഞ്ഞ് വരും. റേഞ്ച് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ 9.5ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ A+ 8.5ൻ്റെയും 9.49ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെ കുറഞ്ഞ് വരുന്നു. ഓക്കെ, ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും വീക്കിലി അസൈൻ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റാണ് ക്രെഡിറ്റ്. അത് നമ്മുടെ സിലബസിൽ നൽകിയിരിക്കും. ഓക്കെ, ഒരു ഡിഗ്രി പാസ്സാവുന്ന വിദ്യാർത്ഥിക്ക് 120 ക്രെഡിറ്റ് ലഭിക്കും. 4 ഇയർ ഡിഗ്രി ആകുമ്പോൾ ചില മാറ്റങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ്. ഓക്കെ, അടുത്താണ് SGPA, സെമസ്റ്റർ ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ക്രെഡിറ്റ് പോയിൻ്റ് സെമസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. അതായത് ഒരു സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ ആ സെമസ്റ്ററിൽ ലഭിച്ച ടോട്ടൽ ക്രെഡിറ്റ്. അപ്പോൾ ലഭിക്കുന്നതാണ് SGPA. SGPA വെച്ച് നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാം ആ സെമസ്റ്ററിൽ. അതായത് ഒരു സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥിക്ക് SGPA 8.2 ആണെങ്കിൽ ഇൻറ്റു 10, അതായത് പേഴ്സൻറ്റേജ് 82 ആയിരിക്കും. SGPA +1 അലോട്ട്മെൻറ്റിനും വന്നിരുന്നു. വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ സോഴ്സിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്, കാണാവുന്നതാണ്. അടുത്താണ് CGPA, അതായത് കുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. SGPA ഒരു സെമസ്റ്ററിലെ പേഴ്സൻറ്റേജ് കാണാൻ സഹായിക്കുമെങ്കിൽ CGPA ഒരു ഇയറിലെ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോഴുള്ള പേഴ്സൻറ്റേജ് കാണാൻ സഹായിക്കും. CGPA കണ്ടുപിടിക്കുന്നത് ഒരു വർഷം നോക്കുകയാണ്. CGPA = ആ ഒരു വർഷത്തെ, അതായത് ഒരു സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പ്ലസ് രണ്ടാം സെമസ്റ്ററിലെ SGPA ഇൻറ്റു രണ്ടാം സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ഫസ്റ്റ് സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ്. അപ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് CGPA. അത് ഇൻറ്റു 10 ചെയ്താൽ ആ ഇയറിലെ പേഴ്സൻറ്റേജ് നമുക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.